Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള 4 റെസിപ്പീസ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പീസ് ആണ് ട്ടോ. നുറുക്ക് ഗോതമ്പും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി കേക്ക് ഉണ്ട്. അപ്പോൾ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മറ്റു 3 റെസിപ്പികൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിന്റെ റെസിപ്പി കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണിത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുക്കാം കേട്ടോ. ഈ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. 2-3 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. എന്നാലാണ് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതിവിടെ നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് റൈസും ചേർത്ത് കൊടുക്കുക കേട്ടോ. മട്ടേരിയോ വെള്ളരിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോവരുത്, ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ മുമ്പ് മാവ് അരച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ദോശാപ്പാൻ വെച്ച് കൊടുത്ത് ചൂടായ ശേഷം ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇതിൽ നിറയെ ഹോളുകളൊക്കെ വരും. അപ്പോൾ ഇതുപോലെ നന്നായി ഹോൾ വന്ന ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് ചുട്ടെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ കയ്യിലുള്ളവർ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് റെഡിയാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് അധികം അളവിലെടുത്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് അടുത്ത് തയ്യാറാക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശേഷം നമുക്ക് ഈ ഒരു നെയ്യിൽ കുറച്ച് കാഷ്യും കിസ്മിസും കൂടി ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ശേഷം നമുക്ക് കുറച്ച് കിസ്മിസ് കൂടി വറുത്ത് കോരിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നെയ്യിലോട്ട് തന്നെ നമ്മൾ കഴുകി വറുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരും. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, റെഡ്. അപ്പോൾ അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം കളർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാനത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടിച്ച് വെച്ച് ഇതൊരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ കുറച്ച് അധികം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആവിയൊക്കെ കളഞ്ഞിട്ട് കുക്കർ തുറന്നിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാരയ്ക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി കുറച്ച് സമയം നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരുപാടൊന്നും കുറുകി വരണ്ട, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള അടുത്ത റെസിപ്പി കണ്ടു നോക്കാം. നുറുക്ക് ഗോതമ്പും ക്യാരറ്റും പാലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് മുമ്പ് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല നല്ല റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്ര എടുത്താൽ മതി. ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. ഒരു 2-3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാലാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിതിവിടെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ പാലും ഇതിൽ നിന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള നുറുക്ക് ഗോതമ്പ് പാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പശുവിൻ പാലാണ്. അപ്പോൾ ഞാനിതിവിടെ ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതിവിടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് കട്ട പിടിക്കും. നുറുക്ക് ഗോതമ്പ് ചൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനും അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് ഇത് ലഭിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ നിന്ന് പകുതി മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിതിവിടെ 2 ട്രിപ്പായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പാലിന് പകരം നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു അല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മധുരം വേണം ഈ ഒരു റെസിപ്പി. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പഞ്ചസാരയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിതിവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പും പാലും ക്യാരറ്റൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് അടിച്ച ഉടനെ കുടിക്കുന്നതിലേറെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച ശേഷം കുടിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും. ഇനി അടുത്തത് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പൊന്നും കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ കേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ടൂൾസ് ഉപയോഗിക്കാതെ ആർക്ക് വേണമെങ്കിലും ഇത്ര നല്ല സോഫ്റ്റോട് കൂടി തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ ഗ്ലാസ്സിന് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്ത ആ ഒരു ഗ്ലാസ്സിന് അതേ അളവിൽ തന്നെ 1 ഗ്ലാസ് ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ശുദ്ധമായ ശർക്കരയാണ്. അപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്പൂണിൽ അളന്നെടുത്താൽ മതി. ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒന്നും വേണമെന്നില്ല. നമ്മളിതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന കാരണം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടറൊക്കെ അളന്നെടുത്ത ആ ഒരു സ്പൂണിൽ തന്നെയാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2-3 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 സ്പൂൺ വിനാഗിരിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരേ വശത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പാച്ചിലൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ സ്റ്റീലിൻ്റെ ബൗളിലോ അലുമിനിയത്തിൻ്റെ ബൗളിലോ ഒക്കെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇനി ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 തവണ നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊരു പഴയ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരുന്നു. ഇനി ഇതിലേക്ക് സ്റ്റാൻഡോ റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇതുപോലെ ഒരു മൂടി ഉപയോഗിച്ചിട്ട് എയർ ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ ആദ്യം ഇതൊന്ന് അടച്ചു കൊടുക്കുക. ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മെല്ലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് തണുത്ത ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് ടിന്നിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ കേക്ക് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് കേക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ബേക്കിംഗ് ടൂൾസും ഇല്ലാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ അവർക്ക് 4 മണി ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്